ഛേ, എന്താടോ ഇത്? നമ്മുടെ പണി തീർത്ത 44 ഫ്ലാറ്റുകൾ വാങ്ങാൻ ആരുമില്ല. അവിടെ ആദിത്യവർമ്മയുടെ ഫ്ലാറ്റുകൾ വാങ്ങാൻ ആളുകൾ ക്യൂവാ. എന്താ ഇത്? അതാണ് ആദിത്യവർമ്മ. നമ്മൾ 50 ലക്ഷത്തിന് കൊടുക്കുന്ന ഫ്ലാറ്റ് അവർ വെറും 30 ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കുന്നത്. മാത്രവുമല്ല, നമ്മളെപ്പോലെ പരസ്യമൊന്നും കൊടുക്കാത്തതിനാലേ ആ ഇനത്തിൽ ലക്ഷങ്ങളാണ് ലാഭിക്കുന്നത്. ആദിത്യവർമ്മ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിൽ എന്തിനാടോ പരസ്യം? ആ വർമ്മയെ നല്ല ഓഫറുകളെല്ലാം കൊടുത്ത് ഞങ്ങളുടെ കമ്പനിയിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എന്തായി? ഒരു രക്ഷയില്ല. മാസം തോറും 1 അല്ല 2 ലക്ഷം രൂപ അധികം കൊടുക്കാന്ന് പറഞ്ഞാലും ആ കമ്പനി ഉപേക്ഷിച്ച് അയാൾ വരും തോന്നില്ല. അതെന്താടോ അങ്ങനെ? ആ സ്നേഹയെ വിട്ടുവരാൻ അവന് വല്ല പ്രയാസമുണ്ടോ? കാര്യം അവളൊരു സിനിമാ നടിയെ പോലെ ഗ്ലാമർ ആണെങ്കിലും വർമ്മ പക്ക ഡീസൻ്റാ. എന്തിന്, സൈറ്റിലെ സ്ത്രീ തൊഴിലാളികളോട് വരെ അയാൾ വളരെ മാന്യമായിട്ടാണ് പെരുമാറും. എടാ, ഞാനൊരു കാര്യം മനസ്സിൽ തീരുമാനിച്ച അത് നടത്തിയിരിക്കും. നീ നോക്കിക്കോ, എങ്ങനെയെങ്കിലും ആ വർമ്മയെ നമ്മുടെ കമ്പനിയുടെ ഡയറക്ടർ ആക്കിയിരിക്കും. ഈ ആയുസ്സിൽ അത് നടക്കൂല. നടക്കും. അതിനു വേണ്ടത് അവനും സ്നേഹയും തമ്മിൽ തെറ്റണം. എങ്കിലവൻ നമ്മുടെ കമ്പനിയിലേക്ക് വന്നു ചേരും. അതിന് സ്നേഹം ഒരിക്കലും വർമ്മയുമായി തെറ്റില്ല. വർമ്മയെ നിലനിർത്താൻ അവൾ ഏതറ്റം വരെയും പോകും. കാരണം വർമ്മ പോയാൽ ആ കമ്പനി നശിക്കുന്ന അവൾക്കറിയാം. താൻ ആദിത്യവർമ്മയുടെ ഭാര്യയുടെ നമ്പറിങ് തന്നെ. എന്തിനാത്? താൻ താ. ഹലോ ഹലോ, ഞാൻ നിങ്ങളുടെ ഒരു അഭ്യുദയകാംക്ഷിയാണ്. നിങ്ങളുടെ ഭർത്താവ് അയാളുടെ കമ്പനി ഓണർ സ്നേഹയുമായി ഒരു അവിഹിത ബന്ധം പുലർത്തുന്നുണ്ട്. ദിവസവും ഉച്ച കഴിഞ്ഞാൽ സ്നേഹയുടെ കൂടെയാണ് കിടപ്പ്. എന്റെ ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിലെ ആരോട് ചോദിച്ചാലും മതി. എന്തിന്? മാസം തോറും 2 ലക്ഷം രൂപ അധികം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അയാൾ കമ്പനി വിട്ട് വരുന്നില്ല. ഇത് ഞാൻ വിശ്വസിക്കില്ല. അധികം വൈകാതെ സ്നേഹ ആദിത്യയുടെ കുഞ്ഞിനെ പ്രസവിക്കും. അപ്പൊ വിശ്വസിച്ചാ മതി. അതോടെ അയാൾ നിങ്ങളെ ഒഴിവാക്കി സ്നേഹയെ കല്യാണം കഴിച്ചു കൂടും. അപ്പോഴെങ്കിലും ഇതെല്ലാം വിശ്വസിച്ചാൽ മതി. ഈ നമ്പർ ഏൽക്കുവോ? ഇതോടെ അവന് ഒന്നുകിൽ ഭാര്യയെ നഷ്ടാവും, അല്ലെങ്കിൽ സ്നേഹയെ. രണ്ടായാലും നമുക്ക് ഗുണം തന്നെ. മൂന്നാറിലെ റിസോർട്ടിന്റെ ജോലികൾ അടുത്ത ആഴ്ച തന്നെ തുടങ്ങും കേട്ടോ. അത് 21-നല്ലേ? അതെ. അല്ല, കഴിഞ്ഞ ദിവസം RP ഗ്രൂപ്പ് കമ്പനിയിൽ നിന്നും വർമാജിക്ക് നല്ലൊരു ഓഫർ വന്നുവെന്ന് കേട്ടു. എന്തായി? ഈശ്വര, ഇവിടെ മിണ്ടാപ്പൂച്ചയായിട്ടിരുന്നിട്ട് ഇതൊക്കെ എങ്ങനെ കൃത്യമായി മണത്തറിയുന്നു. ഏതായാലും ഞാൻ ആ ഓഫർ ഒഴിവാക്കി. വർമാജി പ്ലീസ്, ഈ കമ്പനി ഉപേക്ഷിച്ച് പോകരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നോക്ക് സ്നേഹ, ഞാൻ അങ്ങനെ കമ്പനി ഉപേക്ഷിച്ചു പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? അടുത്ത മാസം മുതൽ ഞാൻ നിങ്ങൾക്ക് ശമ്പളം കൂട്ടിത്തരാം, കൂടാതെ ലാഭത്തിന്റെ വിഹിതവും. ഹേയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമായി വരുമ്പോൾ ഞാൻ ചോദിക്കാം. വർമാജി, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. രാത്രിയിലെ ഡിന്നർ വീട്ടിൽ നിന്നാകാം. വർമാജി എന്തായാലും വരണം. അതെന്താ എന്നെ മാത്രം വിളിക്കുന്നത്? വിവാഹശേഷം ഞാൻ കുടുംബസമേതം മാത്രമേ എവിടെയും പോകാറുള്ളൂ. ജീവിതത്തിൽ എന്റെ ആകെ ഒരു ഫ്രണ്ട് വർമാജി മാത്രമാണ്. പിന്നെ ഒരു അല്പം സ്വകാര്യ നിമിഷങ്ങൾ നമുക്ക് നമ്മുടേതായി പങ്കുവെക്കാലോ. ഇന്നത്തോടെ ഞാൻ ചേട്ടന്റെ എല്ലാ ടെൻഷനും മാറ്റിത്തരും. നോക്ക്, എന്റെ ടെൻഷൻ മാറ്റാൻ എന്റെ വീട്ടിൽ എന്റെ ഭാര്യയുണ്ട്. എനിക്ക് ഒരിക്കലും അവളെ വഞ്ചിക്കാൻ പറ്റില്ല. അതിന് അവരിപ്പോൾ ഇതൊന്നും അറിയാൻ പോണില്ലല്ലോ. നോക്ക് സ്നേഹ, നിങ്ങൾ എന്റെ കമ്പനിയുടെ ഓണറാണ്. ഒരിക്കലും ആ സ്റ്റാൻഡ് വിട്ട് സംസാരിക്കരുത്. ഓക്കെ, എന്നാൽ പിന്നെ വർമാജി ഭാര്യയും മകളുമായി എന്റെ വീട്ടിലേക്ക് വരണം. ഞാൻ കാത്തിരിക്കും. യു മസ്റ്റ് കം. ഓക്കെ, താങ്ക് യു. എന്തു പറ്റി? ആളിന്ന് നല്ല റൊമാൻറ്റിക് ആണല്ലോ. ഹേയ്, ഒന്നുമില്ല. നോക്ക്, ഓണർ സ്നേഹയുടെ ബർത്ത്ഡേ ആണ്. നമ്മളെ രാത്രി ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട്. പോകാം. ഞാനില്ല. അതെന്താ? ദിവസവും ഈ വീടിന്റെ മുന്നിലൂടെയല്ലേ അവൾ പോകാറുള്ളത്. ഒന്നിവിടം വരെ വന്ന് എന്നെ മോളെ ക്ഷണിക്കാനുള്ള മനസ്സ് അവൾക്ക് തോന്നിയോ? മോളെ, ഈ സ്നേഹ വളരെ പാവാണ്. നിനക്കറിയോ, അവള് ഭയങ്കര പണച്ചക്ക. വളരെ മോഡേണായി ജീവിച്ചൊരു കുട്ടി. ചെറുപ്രായത്തിലെ അവളുടെ വിവാഹവും കഴിഞ്ഞു. പക്ഷെ വിവാഹ ജീവിതം ഭയങ്കര ദുരന്തമായിരുന്നു. എന്തു പറ്റി? സൂരജ് മുതലാളിക്ക് മദ്യത്തോടും വേശ്യകളോടുള്ള പ്രിയം കുറച്ച് കൂടുതലായിരുന്നു. വീട്ടിൽ വരുന്നത് പോലെ ലക്ക് കെട്ട് വേശ്യകളോടൊപ്പമാണ്. പാവം സ്നേഹ ഒരുപാട് തല്ലുമായിരുന്നു.
ഈശ്വര, സ്നേഹക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നോ? ഇതൊന്നുമല്ല. ഒടുവിൽ ആ സൂരജ് മുതലാളി ഒരു വേശ്യയോടൊപ്പം പോകുന്നതിനിടയിൽ ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചു. ഒരു സ്ത്രീ ഒരായുസിൽ മൊത്തം കരയേണ്ടത് അവൾ ഒരു വർഷം കൊണ്ട് കരഞ്ഞു, അറിയോ? കഷ്ടം. ആ, എന്തൊക്കെയായാലും എന്നെ നേരിട്ട് വിളിക്കാത്തോണ്ട് ഞാൻ വരുന്നില്ല. എനിക്ക് സുഖമില്ലാത്തോണ്ടാ വരാത്തെന്ന് പറഞ്ഞാ മതി. ചേട്ടൻ പോയിക്കോ. നീ വരില്ലെന്ന് ഉറപ്പാണോ? അതെ ചേട്ടാ. ഹലോ സ്നേഹ. ഹലോ വർമാജി. നോക്ക്, ഇവിടെ വൈഫിന് തീരെ സുഖമില്ല. അതുകൊണ്ടിപ്പോൾ ഇന്ന് രാത്രി ഡിന്നർ എനിക്ക് വരാനാകില്ല. ഐ എം സോറി. വർമാജി പ്ലീസ്, അവർ വരുന്നില്ലെങ്കിൽ വർമാജി ഒറ്റയ്ക്ക് വന്നോളൂ. അയ്യോ, അത് പറ്റില്ല. നോക്ക്, വിവാഹശേഷം ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഭാര്യയെ കൂട്ടിയേ പോകാറുള്ളൂ. ശരി, അപ്പം നമുക്ക് രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ചേട്ടൻ എന്താ ലേറ്റ് ആയ? 10 മിനിറ്റല്ലേ ലേറ്റ് ആയിരുന്നു. മിനിമം സ്കൂൾ ഗ്രൗണ്ടിലും ഉണ്ടാവും. അയ്യോ അയ്യോ മോളെ നോക്ക്, മിനിമോളെ അവർ തട്ടിക്കൊണ്ടുവന്നു. ഡ്രൈവർ, വണ്ടി പെട്ടെന്ന് ബാങ്കിലോട്ട് മിനിമോൾ എടുക്ക്. എങ്ങനെ ഇവിടെ എത്തി? പെട്ടെന്ന്. അയ്യോ വാ വാ, മോളെ, വേഗം വാ, വേഗം വാ, വേഗം ഓട്, ഓട്. മോളെ അവിടെ നിക്ക്. ദാ, അയ്യോ നിക്കടാ അവിടെ. മോളെ, മിനിമോളെ, ദാ. മോളെ, എടാ, മിനിമോളെ. നിങ്ങൾ എന്റെ മകളെ തട്ടിക്കൊണ്ടുപോകണല്ലേ? നിങ്ങൾ ആരാ? മിനിമോളെ, നീ കളിക്കണ്ട. വിലാസിനിയെ ഞാൻ ഒറ്റ തവണ അവളെ വീടൊന്ന് കാണിച്ചോട്ടെ. അധികം കളിച്ചാലുണ്ടല്ലോ രണ്ടിനും ഞാൻ വീട്ടിലൊന്ന് വെട്ടും. എന്നെ, ഇങ്ങോട്ട് വാ. വിടറോ? മോളെ, മിനിമോളെ വരാൻ. വാ, ഇങ്ങോട്ട് വാ. വേഗം കേറ്. മര്യാദയ്ക്ക് കേറാനാ നിന്നോട് പറഞ്ഞെ. അങ്ങോട്ട് നടക്ക്. മര്യാദയ്ക്ക് കേറടി. അവർ കൊണ്ടുപോയടാ. ചേട്ടാ വേഗം ഡ്രൈവർ, വണ്ടി എടുക്ക്. എന്തേ, ഇനി ഉറങ്ങിയില്ലേ? മോളെ, എനിക്ക് ആകെ പേടി തോന്നുന്നു. അവൾ ക്ലാസ്സിൽ നിന്ന് എങ്ങനെ ഇറങ്ങി പോവുമോ? ഒരു പെൺകുട്ടിയാ. എന്റെ ചേട്ടാ, ചേട്ടൻ പ്രശ്നമാക്കണ്ട. നാളെ മുതൽ ഞാനും സ്കൂളിലേക്ക് ചെല്ലാം. നമുക്ക് ഒരുമിച്ച് വരാം, പോരെ? ചേട്ടൻ ഇതെല്ലാം ആലോചിച്ച് വെറുതെ ഉറക്കം കളിയോ ടെൻഷൻ അടിക്കുകയോ വേണ്ട. ദേ ഉറങ്ങൂന്നേ, സമയം അർദ്ധരാത്രി കഴിഞ്ഞു കേട്ടോ. മോളെ മുറിയിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. ചേട്ടന് തോന്നുന്നതാവും. ഒന്ന് ഉറങ്ങാൻ നോക്ക്. നോക്ക് മോളെ, ഇത് എന്റെ തോന്നലല്ല. എന്താ പ്രശ്നം? നീ വാ വാ. ഈ ചേട്ടന്റെ ഒരു കാര്യം.